പറയാനില്ല. നല്ല പെർഫോമൻസ്, നല്ല ഫ്രെയിംസ്, അതായത് നാച്ചുറലി എങ്ങനെ ഒരു സിനിമനെ ഒപ്പിയെടുക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ആ തനിമയൊക്കെ അതേപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട് മൂവി. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവി, പക്ഷേ മനസ്സ് നിറഞ്ഞ് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു ബോറിംഗും ഇല്ല, ഒരു നല്ലതായിട്ടുണ്ടായിരുന്നു. സൂപ്പർ മൂവി തന്നെയായിരുന്നു. എല്ലാവരും തീർത്ഥാടനം ചെന്ന് കാണണം. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. അതായത് ശരിക്കും ഇമോഷണലായിട്ട് കണക്ട് ആവുന്നുണ്ട്. കോമഡി എലിമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര റെലവൻ്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്. അപ്പോൾ മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ. എല്ലാവരും നന്നായിട്ട് സിനിമ അൺബോർഡ് കമ്പനി എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുകയെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ. നമ്മൾ നാട്ടിൻപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും, വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക, അവരെ ഒരു ഫീലിങ്ങിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കും. കല്യാണം കഴിയാത്തവർക്ക് ഒരു ക്ലാസ്സുമാണ്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്കൊന്നുകൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളോട് ട്രീറ്റ് ചെയ്യുന്നത്, അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്ലാസ് എടുക്കുന്ന മോഡലിലല്ല, പക്ഷെ വളരെ റിലേറ്റബിൾ ആയിട്ട് സിനിമ ബോർഡ് കൺമണി തീർച്ചയായിട്ടും മലയാളികളുടെ സ്വന്തം കൺമണി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു വിഷയം, നമ്മുടെ പരിസരത്തും നമ്മുടെ വീടുകളിലും നടക്കുന്നതുമായിട്ടുള്ള വിഷയം വളരെ മികച്ച രീതിയിലുള്ള രചനയിലും സംവിധാന മികവിലും അതേപോലെ തന്നെ ക്യാമറ വർക്കിലും നമ്മളെ പിടിച്ചിരുത്തുന്ന എല്ലാ ഘടകം, നടീനടന്മാരായാലും നമ്മുടെ അർജുൻ അശോകൻ, അതേപോലെ അനഘ നാരായണൻ, മാലാപാർവതി ചേച്ചി, നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ, അങ്ങനെ ഒരു അൽതാഫ് സലീം, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അത് പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റിയ, കുടുംബവും മൊത്തം ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് അൺബോർഡ്. ഒരുപാട് തരത്തിൽ അങ്ങനെ ഒരു അതാണ് ഞാൻ ആ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമൊക്കെ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പം ഇത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ജെന്യുവനായിട്ട് കൺസേൺ ഉണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും ഡയറക്ടറുമായിട്ടും റൈറ്ററുമായിട്ടും തർക്കിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം 100% മാറി. ഞാൻ അവർക്ക് രണ്ടുപേർക്ക് കൈ കൊടുത്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനും കൂടെ പറയണം. ചെറിയ തരത്തിലുള്ള ആശങ്ക എന്നെ മാറി. സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട്. സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. എല്ലാവരും പടം കാണണം. എനിക്ക് ഒരു തരത്തിലും അനഘ നാരായണൻ എന്നുള്ള എൻ്റെ ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുക, ആ ഒരു ഇമോഷൻസ് ഒന്നും ഞാൻ ഇതുവരെ എൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചത്. അപ്പോൾ എനിക്ക് ആക്ച്വലി വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും എനിക്കും ചുറ്റുപാടിലുള്ള ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അതൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുറേ ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് വേറെ തന്നെ ഒരു ജേണി ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മൊത്തം കല്യാണം കഴിഞ്ഞത് മുതൽ കുട്ടിയാവുന്ന വരെയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു നല്ല മൂവിയാണ്. ഒരുപാട് പേരറിയില്ല. നവാസ് നന്നായി ചെയ്തിട്ടുണ്ട്. മുമ്പും പല പടം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് പടം സുഡാനിയാണ്. ഇനി വളരെ നല്ല മൂവി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആറാട്ടനൊക്കെ നല്ല പടങ്ങൾ കേട്ടില്ലേ? വലിയൊരു അവാർഡാണ് ഇവരൊക്കെ നല്ല പറയുമ്പം. ഇപ്പം എന്തായാലും എല്ലാവരും പടം കാണണം. ഓക്കെ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സിനിമ നല്ലൊരു സിനിമ. ആൾക്കാർ ഫാമിലി വേണ്ട, കല്യാണം കഴിച്ച പിള്ളേർ വേണ്ട, അതിനെ മാറ്റമായിട്ട് ഒരുപാട് നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവി. വളരെ എല്ലാവരും അഭിനയം, ആളെ പറഞ്ഞായിട്ടല്ല അമ്മയായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ, മൃദുൽ നായർ ഡയറക്ടറായ ആളെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുക്കൂറായിട്ട് അഭിനയിച്ച നവാസ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നായിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല മൂവി. ഇത് ഭയങ്കര ഹിറ്റായി. ഡൊമിനിക് പോലെ ഒന്നല്ല, ആരെയും തോന്നി. അതാണ് എനിക്ക് പറയാനില്ല. ഒരു കല്യാണം കഴിച്ച അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാണ് നല്ലൊരു പടം. നല്ല മൂവിയാണ്. ഇപ്പം തന്നെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തിയേറ്ററിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസാണ്. പിന്നെ എന്താ, ഫാമിലി ഓറിയൻറ്റഡ് ആണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള
കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട മൂവിയാണ്. താങ്ക് യു. നന്നായിട്ടുണ്ട്, കൊള്ളാം. എന്തോ ഞാൻ ഇതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, നല്ലതായിരുന്നു. ഡയറക്ടർ ഫ്രണ്ടാണ്, അങ്ങനെ ഒരു ചെറിയ സീനിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പടം മൊത്തത്തിൽ രസമുണ്ട്, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. ഓക്കെ, താങ്ക് യു. ഇവർക്കാണ് വീട് കൊടുത്തത് സെറ്റിൽമെന്റിന് പകരമായിട്ട് ഇവർക്കാണ്. അവർ അർജുൻ അശോകൻ സാറ് പറഞ്ഞ ആ ഒരു റൈറ്റർ എന്ന് പറയുന്നത് എന്നെ കൊണ്ടാണ്. ആരോ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞത് ഞാൻ മുമ്പ് ലാപ്ടോപ്പിൽ നിന്നൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മൊത്തം മാറിയിട്ട് കണ്ണ് നിറയാണ്ട് എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ആർക്കായാലും. ഇത് പിടിച്ചു അഭിമാനം തോന്നുന്നുണ്ട് ഇതിലൊരു അൺബോർഡ് കൺമണി പലരും ആദ്യം തമിഴ് പടം, തമിഴൊന്നല്ല മലയാളം പടമാണ്. നന്നായിട്ട് അവസാനിക്കുന്ന ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ച് കോമഡിയിലുണ്ട്, സെക്കൻഡ് ഹാഫിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എടുത്തു പറയാവുന്ന ഇതിൻ്റെ ടോപ്പിക്കാണ്, വളരെ സോഷ്യൽ റിലവൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അത് മനുഷ്യണ്ടായ കാലം മുതലേ റിലേറ്റ് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. പിന്നെ അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉഗ്രം. മാളപെരുമേടയിൽ അടുത്ത് ഇനി പുതിയ ജനറേഷനിലെ അമ്മയെന്ന് പറയാം. അമ്മ വെച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അർജുൻ അശോകനായാലും മൃദുൽ നായരായാലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല, ലാഗ് ഒട്ടുമില്ല. എന്നാൽ ഇത് കൂടുതലും കല്യാണം കഴിച്ച കപ്പിൾസ് പുതിയ അവിടുത്തെ ആൾക്കാർ അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും എനിക്കും ഭാവിയിൽ കല്യാണം കഴിച്ചാലെന്ന് ആഗ്രഹമാണ്. അതുപോലെ നല്ലൊരു മൂവിയാണ് ഇത്. കല്യാണം കഴിച്ചാലും ആലോചിച്ചു, കാരണം കഴിക്കണം. ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ പറയും അവർക്ക് മതിയായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായ ഇതിലും ഉണ്ട് പോസിറ്റീവ്. കല്യാണം കഴിച്ചാൽ നെഗറ്റീവിനൊപ്പം തന്നെ പോസിറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പണം ഭയങ്കര ഇട്ടായി, സംശയമില്ല.